പറയാൻ പോകുന്നത് ഏകാദശികളെ കുറിച്ചാണ്. ഏകാദശി വ്രതം വളരെയധികം ഉത്തമമായിട്ടുള്ള വ്രതമാണ്. ഇഹലോകത്തിലും പരലോകത്തിലും മോക്ഷപ്രാപ്തി വരെ ലഭിക്കാവുന്നതാണ് ഏകാദശി നോറ്റാലുള്ള ഗുണങ്ങൾ. ഒരിക്കൽ ഊണ് കഴിച്ചുകൊണ്ടും ഏകാദശി നാളിൽ പൂർണ്ണ ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ടും ഏകാദശികൾ എടുക്കാവുന്നതാണ്. പകൽ ഉറങ്ങാൻ പാടില്ല. ഭജന, സത്സംഗം, ക്ഷേത്രദർശനം എന്നിവ നടത്തിക്കൊണ്ട് ഭഗവാന്റെ സ്മരണയിൽ അന്നേ ദിവസം കഴിയുക. ഇത് കഴിയുന്നത് വഴി വളരെയധികം മുൻജന്മ പാപങ്ങൾ തീരുന്നതിനും സർവ്വവിധ ഉന്നതിക്കും വളരെയധികം പ്രത്യേകതകളുള്ളതാണ് ഏകാദശി. വെളുത്ത പക്ഷ ഏകാദശിയും ഉത്തമമാണ്. കൂടാതെ കറുത്ത പക്ഷ ഏകാദശിയും ഉത്തമമായിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട ഏകാദശികളാണ് പരിവർത്തന ഏകാദശി, കാർത്തിക ശുക്ലപക്ഷ ഏകാദശി, ധനു ശുക്ലപക്ഷ ഏകാദശി, സ്വർഗവാതിൽ ഏകാദശി, അങ്ങനെ പലതരം ഏകാദശികളുണ്ട്. ഈ വിധ ഏകാദശികളെല്ലാം മനഃശുദ്ധിയോടുകൂടെയും ഈശ്വര സമർപ്പണമായും ചെയ്യുകയാണെങ്കിൽ സർവ്വവിധ മുക്തിയാണ് ഫലം. ഏകാദശി വ്രതം കഴിയുന്നതും ഉപവാസമെടുക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. ഭഗവാൻ പറയുന്നു, ഏകാദശി വ്രതം എടുക്കുന്നവൻ്റെ എല്ലാവിധ പാപങ്ങളും നശിക്കുകയും അവൻ വളരെയധികം ശുദ്ധനായിത്തീരുകയും ചെയ്യുന്നു. അതുവഴി മോക്ഷപ്രാപ്തി വരെ ലഭിക്കാവുന്നതാണ് ഏകാദശി വ്രതത്തിൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഏകാദശി വ്രതം വ്രതചിട്ടയോടുകൂടെയും ശരിയായ വിധത്തിലും എടുത്തുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുക. സർവരുടെയും സർവ്വ ആഗ്രഹങ്ങളും ഭഗവാൻ നിറവേറ്റിത്തരുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വ്രതങ്ങളും ചിട്ടയോടുകൂടി ചെയ്തുകൊണ്ട് ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾക്കായി എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവിധ വ്രതങ്ങളും എല്ലാവിധ ഭജനകളും ദൈവിക ചിന്തകളും ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ്. ചിത്തം ശുദ്ധമായാൽ സർവവും ശുദ്ധമാകുന്നു. അതുകൊണ്ട് തന്നെ ശുദ്ധശുദ്ധിയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചിത്തശുദ്ധിക്ക് വേണ്ടി ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുക. സർവരുടെയും സർവ്വ അഭിഷ്ടങ്ങളും ഭഗവാൻ നിറവേറ്റിത്തരുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പൂർണ്ണ വിശ്വാസത്തോടുകൂടിയും സമർപ്പണ മനോഭാവത്തോടുകൂടിയും കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുക. ഇതുവഴി തന്നെ എല്ലാവർക്കും മോക്ഷപ്രാപ്തി വരെ ലഭിക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇതേ രീതിയിൽ ചെയ്യുക. ഭഗവാന്റെ അനുഗ്രഹം